നമ്മുടെ ജില്ലാ പ്രസിഡന്റ് മൈലാട് ഡൽഹി മൈലാട് അദ്ദേഹം പാലക്കാടാണ്, നല്ല സജീവ പ്രവർത്തകരാണ്. അദ്ദേഹത്തിന് അത് കുറേശ്ശെ നിൽക്കുക, എന്നിട്ട് നേരം വരുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തനം ഒരു ശീലമുണ്ട്. ഇപ്പം ആരെങ്കിലും ഒറ്റക്കാരെ കിട്ടുമോ? വിൽക്കുക, ഒരേ ഇടത്ത് വിൽക്കുക, നല്ല വിലയിട്ട് നോക്കിയാണ് വിറ്റ് ബാങ്കിൽ വരിക, അതെടുത്ത് രാവിലെ നോക്കിയിരുന്ന ബാക്കിക്കാരൊക്കെ വരിക, പ്രവർത്തിക്കുക, വൈകുന്നേരം വീട്ടിൽ ചെയ്യുക. ഏതായാലും ക്ലിയറായിട്ടുണ്ട്, കുറച്ചുകൂടെ ഉള്ളു. ആ പരിവർത്തിക്കുന്ന ഒരു ജില്ലാ പ്രസിഡന്റാണ്, നല്ല പാവമാണ്. ഏത് കാര്യത്തിന് വിളിച്ചാലും എപ്പം വിളിച്ചാലും അപ്പം പോകണം. ഏത് ബാലാജിക്ക് വിളിച്ചാൽ ആ സെക്കൻഡ് പിന്നെ കുറച്ച് അധികം ഇവിടെ പറഞ്ഞാൽ തൃശ്ശൂരിയല്ല, അധികം നേരത്തെ വിളിച്ച് നമ്മളെ കെട്ടുന്നതിന് മുമ്പ് നമ്മുടെ നേട്ടന്മാരെല്ലാം എത്തി. നമ്മളൊക്കെ അതൊക്കെ കഴിഞ്ഞാണ്. ദൂരെയുള്ള ആളുകളെല്ലാവരും അതായത് എല്ലാവരും എത്തിയിട്ടുള്ളത് നല്ലൊരു സമ്പന്നമായ ഒരു വേദിയാണ്. അവർ പറയുന്നതൊക്കെ കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയാനായിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവരും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പേര് കൂടി സാധനം ആശുപത്രിയുടെ തിരുവനന്തപുരത്തിന് വെളിയിലായതുകൊണ്ട് ഇവിടെ എത്താൻ വളരെ താമസിക്കുന്നുണ്ട്. ഫോണിൽ നമ്മളോട് സംസാരിക്കുന്നു. നിങ്ങളെ കേൾക്കാൻ ക്ഷണിക്കുന്നു. അറിയിക്കുന്നു. അതിനോടൊപ്പം എന്താണ് മുന്നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ച് ഒരു തീരുമാനമെടുക്കാം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരു കമ്മിറ്റി കൂടിയിട്ട് നമുക്ക് ആലോചിച്ച് മുന്നോട്ട് രേഖപ്പെടുത്തിക്കോളൂ. എൻ്റെ എല്ലാവിധ സപ്പോർട്ടും എല്ലാ കാര്യത്തിനും ഉണ്ടാകുമെന്ന് ഉറപ്പ് പറയാം. ഓക്കെ, താങ്ക് യു. വളരെയേറെ ശ്രദ്ധേയമായ ഒരു ഘട്ടത്തിലൂടെ നീങ്ങുകയാണ്. വിശദാംശങ്ങൾ 29 സന്തത സഹചാരിയായ മനുവിനോട് അദ്ദേഹം ഒരു വാക്ക് പറയുന്നത് യാദൃച്ഛികമായി പറഞ്ഞതാണ്. അവരെ നടക്കാൻ വിളിച്ചപ്പോൾ അല്ലെങ്കിൽ പലരും പ്രാർത്ഥനായോഗത്തിന് മുമ്പ് നടക്കാൻ പോകുന്ന മനുവുണ്ട്. നടക്കാൻ വിളിച്ചപ്പോൾ മനു പറഞ്ഞു, ഞാനിത് കൂടെ വരുന്നില്ല, ആകെയാണ് കൂടെ വരിക. ഞാൻ ബാപ്പുവിനെ നാളേക്ക് വേണ്ടിയുള്ള മരുന്ന് ശരിയാക്കുകയാണ്. ഗാന്ധിജി പറഞ്ഞു, നാളെ ആരാണ് മരുന്ന് കഴിക്കാൻ ഉണ്ടാവുക എന്ന് ആർക്കറിയാം. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് നടക്കാൻ പോകാം. അപ്പം അത് കുട്ടിയില്ലാതെ കുട്ടിയായിക്കൂടെ പറഞ്ഞു, ഞാൻ രോഗിയായോ രോഗാതുരനായോ അവശനായി മരിക്കുകയായിരുന്നു. എന്നെ കപട മഹാത്മാവാണ്, ഒരു വെറുതെ മഹാത്മാവാണ് എന്നെ ലോകത്തോട് നീ വിളിച്ചു പറയാം. അതല്ല, ഞാനൊരു ബോംബ് സ്ഫോടനത്തിലോ വെടിയുണ്ടയേറ്റോ മരിക്കുകയാണെങ്കിൽ ഞാൻ ശരിയായ മഹാത്മാവായിരുന്നു എന്നും നിനക്ക് അഭിമാനത്തോടുകൂടി ലോകത്തോട് പറയാം എന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഒരു വിഭാഗം കിഴക്കൻ ബംഗാളും പഞ്ചാബിൻ്റെ വിഭാഗം ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ പാകിസ്ഥാനായി പ്രഖ്യാപിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ പെടാത്ത 500 നാട്ടുരാജ്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വിഭാഗങ്ങളടക്കം ആ നാട്ടുരാജ്യങ്ങൾക്കൊക്കെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാം. ഇന്ത്യ യൂണിയനിൽ ചേരാൻ അല്ലെങ്കിൽ പാകിസ്ഥാൻ യൂണിയനിൽ വീക്ഷിച്ചു. ഗാന്ധിജിയാണ് ഈ കലാപത്തിൻ്റെ ആയുധാഭീയം മുൻകുട്ടികൾ. ആയിരങ്ങളല്ല, കോടിക്കണക്കിന് ആളുകളാണ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും പലായനം ചെയ്തത്. ജാതിയുടെയും മതത്തിന്റെയും മതത്തിന്റെയും പദ്ധതിപ്പെടാതെ നമ്മളൊക്കെ മനുഷ്യരാണ് എന്ന ചിന്തയോടുകൂടി മാനവീയതയിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു സങ്കല്പത്തിനും ഒരു വികാരത്തിനും മാത്രമേ. മുരളി നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് നമ്മുടെ ചാർജ് കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ അടുത്ത സംസാരത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ബെന്നി മൈലാട് ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി എന്നും ജനങ്ങളോടൊപ്പം നിന്നിട്ടുള്ള
ഈ പ്രദേശത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് നായകൻ കൂടിയായ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബേബി അവർ, പാർട്ടിയുടെ മുൻ ജില്ലാ പ്രസിഡന്റ്, പാർട്ടിയുടെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറിയുമായ അരവിന്ദാക്ഷൻ കണക്കായി പരിപാടികൾ മാറ്റിവെച്ച് ഇതിനു വേണ്ടി ചെലവഴിച്ചപ്പോൾ ആ ചെലവഴിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് ആത്മാർത്ഥ സ്നേഹമുള്ള എൻ്റെ മുന്നിലിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സഹപ്രവർത്തകർ, നമ്മൾ